മുതലപ്പുഴയെ സംബന്ധിച്ചിട്ടുള്ള അടിയന്തര തീരുമാനം ഉണ്ടാവും. അടുത്ത ആഴ്ച മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഫാദർ യൂജിൻ പരേരയുടെ നേതൃത്വത്തിൽ അവിടുത്തെ വൈദികർ വന്ന് അവിടെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ പല പ്രാവശ്യം പോയിരുന്നു. ഞങ്ങൾ 6 ദിവസം കൊണ്ട് കാത്തിരിപ്പാണ്. ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന തുമ്പയിലാണ്. ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്ന് കിടക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മോനാണ് ഈ മരിച്ചുപോയത്. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ് ഇപ്പം കാണാതായത്. മരിച്ചുപോയെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വിശ്വാസമായില്ല ഞങ്ങൾക്ക് ഇതുവരെ. ഞങ്ങൾക്ക് അവൻ്റെ ബോഡിയെങ്കിലും കയ്യിൽ കിട്ടിയാലേ ഞങ്ങൾക്ക് വിശ്വാസമാകുള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടക്കുന്ന സംവിധാനങ്ങൾ ഞങ്ങൾ സംവിധാനത്തോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് 1% പോലും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമല്ല നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ ഇവിടെ ശനിയാഴ്ച 8 മണിക്ക് വൈകുന്നേരം 8 മണിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഈ നിമിഷം വരെ ഗവൺമെൻറ്റിൻ്റെ ഉണർന്നുള്ള പ്രവർത്തനം ഞങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് സ്കൂബ ഡൈവിങ് ടീമിനെ കൊണ്ടുവരാം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഏതൊക്കെയോ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലേ അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് ഞങ്ങൾ കാണാതായ ആൾക്ക് വേണ്ടി കാത്തിരിപ്പും സങ്കടവും പ്രാർത്ഥനയുമായിട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കഴിയുന്നത് 6 ദിവസമായിട്ട്. പക്ഷെ ഒരു കഴഞ്ചെങ്കിലും ഞങ്ങളെ തൃപ്തിപ്പെടുത്താനെങ്കിലും 1% ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു മോന് 2 പിഞ്ച് കുഞ്ഞുങ്ങളാണ് ഈ മോനിനുള്ളത്. ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, എന്ത് അവൻ്റെ മരണാനന്തര ചടങ്ങെടുക്കണോ, അവനെ കാത്തിരിക്കണോ, എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു തരണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാരിനെ, അതായത് ഇപ്പോഴത്തെ സർക്കാരിന് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും വിരുന്ന് കൂട്ടാൻ വേണ്ടി പലയിടത്തും പോകാനും മറ്റ് അവരുടെ ബന്ധു വീടുകളിൽ പോകാനും ഹെലികോപ്റ്ററും എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഒരു ദിവസം നേരെ വന്നു അങ്ങ് പോകുന്നു ഇങ്ങ് പോകുന്നു, ഇത് കണ്ടു. വേറൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ ഒരു സ്കൂബ ഡൈവിങ് ടീമിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, സ്കൂബ ടീമിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു അനക്കവും ഇല്ല. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ രക്ഷാപ്രവർത്തന ബോട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്നേ ദിവസം ശനിയാഴ്ച 3 മണിയായപ്പോൾ ഈ മുതലപ്പുഴ ഭാഗത്ത് വന്ന് ഒരു 2-3 റൗണ്ട് അടിച്ചു. അവർ കാലാവസ്ഥ മോശമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ഒന്നും കാണുന്നില്ല. ഇത് ആരോട് ഞങ്ങൾ പോയി പരാതി പറയണം? ഗവൺമെൻറ് ഒന്നുകിൽ ഇത് ഞങ്ങൾ മരണം സ്ഥിരീകരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുക്കനെ തിരിച്ചു കൊണ്ട് തരേണ്ട സംവിധാനം ചെയ്യുക. അതുമല്ലെങ്കിൽ അവൻ്റെ ബോഡിയാണെങ്കിൽ പോലും ഞങ്ങൾ അംഗീകരിക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ തിരിച്ചെടുക്കാം. ഞങ്ങൾ ഇപ്പം ഒരു പരാതിയും പറയാനില്ല. ഞങ്ങൾക്ക് സംഭവിച്ചത് മറ്റ് ജനങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കും സർക്കാർ. 2-3 മാസമായില്ല, ഒരു വീഴ്ച എന്ന് പറഞ്ഞ് ഞങ്ങളത് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ഈ 2-3 മാസം കൊണ്ട് ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ഇവിടുത്തെ MLA-നെ ഞാനുൾപ്പെടെ എൻ്റെ വാർഡ് ഉൾപ്പെടെ ഞാനുൾപ്പെടെ ജയിപ്പിച്ചു വിട്ട ഒരു വ്യക്തി തന്നെയാണ്. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ല. അപ്പോഴും നിങ്ങൾ ഈ ഉണർന്ന് പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു സംവിധാനം ഉണ്ടാകണം. ഒന്നുകിൽ അവൻ്റെ ചടങ്ങുകൾ നടത്തേണ്ട സംവിധാനം ഉണ്ടാകണം. അതല്ല എങ്കിൽ അവനെ നിങ്ങൾ ജീവനോടെ കൊണ്ടുത്താ, അല്ലെങ്കിൽ ഞങ്ങൾ അവൻ്റെ ബോഡിയെങ്കിലും ഏറ്റുവാങ്ങേണ്ട സംവിധാനം ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഗവൺമെൻറ് സംവിധാനമാണ് പറയേണ്ടത്. പിന്നെ നിങ്ങൾ ഈ പുലിമുട്ടിനിടയിൽ തിരയണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പുലിമുട്ടിൽ വേറെ പുറത്തൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കല്ലിൻ്റെ ഇടയിൽ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഞങ്ങൾക്ക്, ജിജ്ഞാസയാണ്. ഞങ്ങളുടെ ചെറുക്കന് അതിൻ്റെ ഇടയിലെങ്കിലും ഉണ്ടോ എന്നറിയണം. ഇത് പുലിമുട്ടിൽ പോയി ഇത് നോക്കാൻ പോലും ആളില്ല. ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ അങ്ങ് ബോട്ടൊക്കെ ഇറക്കി ചെയ്യുന്നതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. നിങ്ങൾ മീഡിയാസ് എല്ലാം വന്ന് അവിടെ കിടക്കുന്നു. മീഡിയാസ് വന്ന് കിടന്നിട്ട് നിങ്ങൾ വന്ന് കിടക്കുന്ന ആ ഒരു ആർജവം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നില്ല. 1% കാണിക്കും. 100-ൽ 1% കാണിക്കും. ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ 1% കാണിച്ച് പ്രവർത്തിച്ച് കാണിക്കുക, ഞങ്ങൾ അംഗീകരിക്കാം.
ഞങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കാം.